വെൽക്കം ടു മൈ ചാനൽ രജിതാസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ചെയ്യുന്നത് 1 ഇയർ ബേബിക്കുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പ് കട്ടിംഗ് വീഡിയോ ആണ്. സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു പഴയ കസവ് സാരി വെച്ചിട്ടാണ്. ഇതിൻ്റെ മുന്താണിയിലും പിന്നെ സൈഡിലായിട്ട് ചെറിയൊരു വർക്കും വരുന്നുള്ളൂ. ബാക്കിയെല്ലാം പ്ലെയിൻ ആണ്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് കാഞ്ചി കോട്ടൺ ബ്ലൗസ് പീസിലാണ്. ഇത് 1/2 മീറ്റർ മതി. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒരുമിച്ച് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ചെയ്യുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ് 2 പാർട്ടായിട്ട് ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് ബെൽറ്റിന് കുറച്ച് ബാക്കി 13 ഇഞ്ച്. 13 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി 13.5 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 58 ഇഞ്ചാണ്. അരയളവ് വരുന്നത് 16.5 ആണ്. അപ്പം അതിൻ്റെ 3 ഇരട്ടി 49.5 ഏറ്റവും കുറഞ്ഞത് വിഡ്ത്ത് വേണം. അതിൽ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. ഞാൻ 58 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലാണെങ്കിലും പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്താൽ മതി. ഈ സൈഡിലായിട്ടാണ് പ്ലീറ്റ് വരുന്നത്. പ്ലീറ്റ് എടുക്കാൻ എളുപ്പത്തിനായിട്ട് ആദ്യം ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. പിന്നെ അവിടെ നിന്നും ഒരു 2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യുക. പിന്നെ 1 ഇഞ്ച്, 2 ഇഞ്ച്, 1 ഇഞ്ച്, 2 ഇഞ്ച് അങ്ങനെ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് അടുത്ത മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇനി അടുത്ത മാർക്കിൽ നിന്ന് അടുത്ത മാർക്കിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ പ്ലേറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി സ്കേർട്ടിനകത്ത് ലൈനിങ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു കോട്ടൺ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് 12.5 ഇഞ്ചാണ്. വിഡ്ത്ത് 39 ഇഞ്ചാണ് വരുന്നത്. ലൈനിങ്ങിന് ഇതുപോലെ ചെറിയ പ്ലേറ്റുകൾ ഇട്ട് കൊടുത്താൽ മതി. ബെൽറ്റിനായിട്ട് ഇങ്ങനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉൾവശത്തായിട്ട് പ്ലെയിനും പുറം വശത്തായിട്ട് കസവ് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അരയളവ് വരുന്നത് 16.5 ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി 18.5 ആണ് ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. വിഡ്ത്ത് ഇങ്ങനെ മടക്കിയിടുമ്പോൾ 1.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി സ്കേർട്ടിനായിട്ട് ഒരു വള്ളി കൂടി കട്ട് ചെയ്തെടുക്കാം. 1 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വള്ളിയിൽ വെക്കാൻ വേണ്ടി ടോപ്പിൻ്റെ ക്ലോത്തിൽ നിന്ന് ഇതുപോലെ 4 സ്ക്വയർ പീസുകൾ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ടോപ്പ് കട്ട് ചെയ്യാം. ചെസ്റ്റ് അളവ് വരുന്നത് 18 ഇഞ്ചാണ്. ടോപ്പിനെ ആദ്യം കട്ട് ചെയ്യുന്നത് ലൈൻ തുണിയിലാണ്. പിന്നെ അത് വെച്ചിട്ട് നല്ല തുണി കട്ട് ചെയ്തെടുത്താൽ മതി. 18ൻ്റെ 4 ഭാഗം ഒരു സൈഡിൽ 4.5 വരും. അപ്പം അതിനേക്കാളും കുറച്ചും കൂടെ കൂട്ടിയെടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിടുക. ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ചാണ്. ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് താഴെയായി ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ ഒന്ന് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 1.25 ഇഞ്ചാണ്. ഇനി ബാക്കിൽ നെക്ക് മാർക്ക് ചെയ്യാം. ബാക്കിൽ നെക്ക് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് 3.25 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഷോൾഡർ 3.5 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോളും 3.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ചെസ്റ്റ് അളവ് കൊടുക്കാം. ചെസ്റ്റ് അളവ് 18 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം 4.5 മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽത്തുമ്പിനായിട്ടിടുക. ടോപ്പിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്. 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി 8.5 ഇഞ്ചിലെടുത്ത് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി താഴെ അരയളവ് മാർക്ക് ചെയ്യാം. 16 ഇഞ്ചാണ് വരുന്നത്. 16ൻ്റെ 4 ഭാഗം 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെയും 1 ഇഞ്ച് തയ്യൽത്തുമ്പിനായി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇനി ആം ഹോൾ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ടിൽ നെക്ക് വരച്ചു കൊടുക്കാം. റൗണ്ടിലാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈനിൽ വരച്ചെടുക്കുന്നുണ്ട്. ഇനി ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് വെച്ച് ബാക്ക് നെക്കിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഫ്രണ്ട് നെക്ക് ഈ ഡിസൈനിലൂടെ ഇപ്പോൾ കട്ട് ചെയ്യേണ്ട. ഫ്രണ്ടിലെ ആം ഹോൾ മാത്രം ഇതുപോലെ
ചെറുതായിട്ടൊന്ന് കുഴിച്ച് മുറിച്ച് കൊടുക്കാം. നെക്കിലെ ഈ ഡിസൈൻ നന്നായിട്ട് ഒന്നുകൂടി വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലും ഒരുപോലെ ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ്. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. ഒരു തുണി രണ്ടായി മടക്കി ഒന്നുകൂടി നടുവേ മടക്കി എടുക്കുക. അതിനുശേഷം ഇങ്ങനെ വെക്കുക. ഈ ഒരു സൈഡ് അര ഇഞ്ച് മാറ്റി ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. അതിനുശേഷം ഒരു 2.25 ഇഞ്ച് വിഡ്ത്തിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. സ്ലീവിൻ്റെ ലെങ്ത്താണ് 2.25 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ലെങ്ത്ത് വെക്കുക. ഇനി ടോപ്പിൻ്റെ ബാക്ക് പീസിലെ ആം ഹോൾ ഇതുപോലെ അളന്ന് നോക്കുക. തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്കി ഭാഗം എത്രയുണ്ടെന്ന് നോക്കുക. ഇവിടെ 4 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ സ്ലീവിന് എടുത്തിട്ടുള്ള പീസിൽ ഇവിടെ 3.5 ഇഞ്ച്, അര ഇഞ്ച് കുറച്ചതിന് ശേഷം 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ ഒന്നും ഒരു 1.25 ഇഞ്ച് നീക്കി 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അവിടേക്ക് മുകളിൽ നിന്ന് ഇതുപോലെ ചെരിച്ച് വരച്ചു കൊടുക്കുക. ഇനി ഈ ഭാഗത്ത് കൈയിൻ്റെ വണ്ണം മാർക്ക് ചെയ്യുക. 6.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ പകുതി 3.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പിടുക. ഇവിടെയും 1 ഇഞ്ച് തയ്യൽ തുമ്പിടുക. അതിനുശേഷം ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ക്രോസായിട്ട് വരച്ച ഈ ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക. ഇനി ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം ഇതുപോലെ കുഴിച്ച് വരച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ കുട്ടികളുടെ ചെസ്റ്റ് അളവ് അനുസരിച്ച് ആം ഹോളിലെല്ലാം ചെറിയ മാറ്റം വരുന്നതായിരിക്കും. ബാക്കിൽ നെക്കിന് താഴെയായി ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് താഴേക്ക് ഭാഗം ഓപ്പൺ ആയിട്ടാണ് വരിക. അവിടെ പ്രസ് ബട്ടനാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഒരു ഷേപ്പിലൂടെ ഇപ്പോൾ കട്ട് ചെയ്തെടുക്കണ്ട. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. ലൈനിങ് കട്ട് ചെയ്ത് ഇതുപോലെ വെച്ച് ടോപ്പിൻ്റെ തുണി അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് ഇതുപോലെ മടക്കി കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ വേറൊരു മോഡൽ സ്ലീവാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തുണി ഇങ്ങനെ ക്രോസാക്കി മടക്കിയിട്ടിട്ടുണ്ട്. സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്ലീവ് ഇതുപോലെ ക്രോസായി ചെയ്യുമ്പോൾ 2 ലെയർ വരുന്നതുകൊണ്ട് താഴ്ഭാഗത്ത് തയ്യൽ തുമ്പിന് വിട്ട തുണി ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് മുകളിൽ വെച്ച് പിൻ ചെയ്ത് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 സ്ലീവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സാരിയുടെ ഒരു പീസ് എടുത്ത് ഇതുപോലെ രണ്ടായി മടക്കി ഇതുപോലെ ക്രോസായി മടക്കി കൊടുക്കുക. കട്ട് ചെയ്തെടുത്ത സ്ലീവിന് മുകളിൽ ഇതുപോലെ 1 ഇഞ്ച് മുകളിലായി ഇങ്ങനെ വെച്ച് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി ബാക്ക് സൈഡിൽ ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. ഈ ഒരു പീസിലും ഫ്രണ്ട് ഭാഗം മാറിപ്പോകാതിരിക്കാൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. ബാക്ക് നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് വെക്കാനായിട്ട് 2 വള്ളിയും 4 സ്ക്വയർ പീസുകളും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ടോപ്പിൽ ഒരു ഫാബ്രിക് പെയിൻറ്റോട് ചെയ്യുന്നുണ്ട്. അത് പാർട്ട് 3 ആയിട്ട് വരുന്നതായിരിക്കും. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.